ആദ്യം വെൽക്കം ടു ഡോണ ടോക്കീസ്. ഞങ്ങളുടെ വെനീസിൽ വന്നിട്ടുള്ള ആദ്യത്തെ സെൻറ്റർ സ്ക്വയറിലേക്കുള്ള ഒരു യാത്രയാണ്. ബോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ആദ്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി. 1.5 ആകും ടിക്കറ്റിന്. സോ ഞങ്ങൾ 3 പേരും കൂടി ബസ്സിൽ കയറി. ഇനിയിപ്പോൾ വെനീസിലേക്കാണ് ഈ ബസ്. പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടിറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു. നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെയുള്ളൊരു ആളോട് ചോദിച്ചു, ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു. ഞാൻ സ്പാനിഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ആൾക്ക് ഭാഗ്യത്തിന് കുറച്ച് എസ്പാനിയോൾ അറിയായിരുന്നു. സോ പറഞ്ഞു ഇതുപോലെ തന്നെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ടിക്കറ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നിങ്ങൾ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബസ്സിൻ്റെ ഉള്ളിൽ. നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അത്രയുള്ള ടേസ്റ്റ്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ കാണാവുന്ന കാഴ്ചകളാണിത്. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായില്ല, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഉള്ളയിടത്തൊക്കെ പിടിച്ചങ്ങ് നിന്നു. പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർബറും പിന്നെ ട്രെയിൻ പോകുന്നതും ചെറിയ ചെറിയ കാറുകൾ പോകുന്നതും ബസ് റൂട്ടും എല്ലാം കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഭയങ്കര രസമുണ്ട് ഇവിടുത്തെ റോഡുകളൊക്കെ കാണാനായിട്ട്. റോഡുകളൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു അടിപൊളി ദ്വീപ് കണ്ടു. ആലപ്പുഴയിലെ പാതിര മണലിനോട് സമമായിട്ടുള്ളൊരു ദ്വീപ്. വീണ്ടും ഞങ്ങളുടെ ബസ് യാത്ര തിരിച്ചു. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പിന്നെ ഓരോ സ്റ്റോപ്പിലും ആളുകൾ ഇറങ്ങുന്നത് കൊണ്ട് അത്യാവശ്യം നമുക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. ഞാനും ഇച്ചായനും അച്ചൂട്ടനൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ഇനി അല്പനേരം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തി. അറ്റ് ലാസ്റ്റ് ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. യെസ്, അങ്ങനെ നമ്മൾ വെനീസ് സിറ്റി എത്തി. സോ നമ്മളിവിടേക്ക് കയറാൻ പോവാണ്. ഇതാണ് നമ്മൾ പിക്ചറിലും എല്ലാം കാണാറുള്ള ആ ഒരു പാലം. പക്ഷേ ഈ പാലത്തിൽ സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഇറ്റ്സ് ഡെഫിനറ്റ്ലി സ്വപ്ന നഗരം എന്നൊക്കെ പറയാം. രസമുണ്ട് കാണാനായിട്ട്. വാവ്, നല്ല ചൂടുണ്ട്, ഇളം കാറ്റ്. ഇറ്റ്സ് ഗുഡ്. പിന്നെ ഇവിടെ അധികം സൂക്ഷിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺസ്, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ്, നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു ബ്രിഡ്ജാണിത്. That is crossing to the other side. ഒരുപാട് ജനങ്ങൾ എപ്പോഴും കാണാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഷിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. സോ that's good. ഞങ്ങൾ ബസ് ഇറങ്ങിയതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെനീസ് സിറ്റി സെൻറ്റർ സ്ക്വയർ. യെസ്, അപ്പോൾ നമ്മൾ വെനീസ് സെൻറ്റർ സ്ക്വയറിലേക്ക് എത്തി. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ പാലമാണ്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഒരു പാലം. പിന്നെ കുറേ ബോട്ടുകളെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ പാർക്കിംഗ് ഏരിയ ആണിത്. കുറച്ച് മുന്നോട്ട് നടന്നാൽ വാട്ടർ ടാക്സിയുടെ ഓഫീസ് കാണാൻ സാധിക്കും. വാട്ടർ ടാക്സി വേണ്ടവർക്ക് അത് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹോട്ടലിലേക്ക് വരുന്നവരാണ് പൊതുവെ കൂടുതൽ ടൂറിസ്റ്റുകാരും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാലം നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ തന്നെ, ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു പാലം ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന ടൂറിസ്റ്റുകാരെ മാത്രം വഹിച്ചുകൊണ്ട് പോകാവുന്ന ഒരു പാത്ത് വേ ആണിത്. ഒരു ലക്ഷറി ലെവൽ സെറ്റപ്പ്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് അവരുടെ ബാഗേജൊക്കെ ആയിട്ട് പോകുന്നത് കണ്ടു. ദാറ്റ് മീൻസ് ഇവിടെ തന്നെ ഒരുപാട് ഹോസ്റ്റൽസും ഹോട്ടൽസും ഉണ്ട്. പക്ഷേ കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം. ഈ കാണുന്ന നീല മരക്കുറ്റിയാണ് ഒരു ടാക്സിയുടെ പാർക്കിംഗ് സ്പേസ്. അവിടെ ഒരു ടാക്സി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു മരക്കുറ്റിയാണ്. ഇതിൽ നീല പെയിൻ്റൊക്കെ അടിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്.
ഈ ഒരു കായലിലേക്ക് നല്ല ശക്തിയായിട്ട് ഈ മരക്കുറ്റികളെല്ലാം അടിച്ചു കയറ്റി അതൊരു പാർക്കിംഗ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്ന ഇവരുടെ ബുദ്ധി അപാരം തന്നെ. ഉപ്പുവെള്ളത്തിലായതിൻ്റെ പേരിൽ ഇത് നല്ല രീതിയിൽ ദ്രവിച്ചു പോകാനുള്ള ചാൻസസ് 100% ആണ്. ഏതോ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഉപ്പുവെള്ളത്തിലായതിൻ്റെ പേരിൽ മരക്കുറ്റികൾ ദ്രവിച്ചു പോവില്ലെന്ന്. അത് തികച്ചും വാസ്തവരഹിതമാണ്. ഉപ്പുവെള്ളത്തിൽ എന്തിട്ടാലും അത് ദ്രവിച്ചു പോകും. ഇവർ കൃത്യമായ ഇടവേളകളിൽ മാറ്റി സ്ഥാപിക്കുന്നതിൻ്റെ പേരിലാണ് ഇത് ദ്രവിച്ചു പോകാത്തത്. വളരെ ഭംഗിയായിട്ട് തന്നെ നിലനിൽക്കുന്നത് തന്നെ. നമ്മൾ കയറി വന്നപ്പോൾ കണ്ട പാലമാണ് കേട്ടോ. പാലത്തിൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അൺബിലീവബിൾ ആയിട്ടുള്ളൊരു പാലം തന്നെ. പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാപ്പ് കാണാൻ സാധിക്കും. ഇത് വെനീസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാപ്പാണ്. പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തിൽ കാശ് കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ ഇത് ഫ്രീ ആണ്, പക്ഷേ ഈ മാസങ്ങളിലൊക്കെ ക്യാഷ് കൊടുത്ത് മാത്രമേ നമുക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ദെൻ നമ്മൾ കുറച്ചും കൂടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സ്പീഡ് ബോട്ടുകളൊക്കെ ചീറിപ്പാഞ്ഞ് പോകുന്നു. ഇവിടെ ACTV സർവീസും സ്പീഡ് ബോട്ട് സർവീസും പിന്നെ അതുപോലെ വാട്ടർ ടാക്സി സർവീസും എല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് കൊണ്ടോളകളാണ്. ACTV എന്താണ്, വാട്ടർ സർവീസ് എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ ഷോർട്സിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഒട്ടുമിക്ക പാലങ്ങളും ഭയങ്കര ഭംഗിയോടുകൂടിയാണ് പണിതേക്കുന്നത്. ഞാൻ ദേ ഫസ്റ്റ് പാലത്തിന്റെ ഉള്ളിലോട്ട് കിടക്കുവാണ്. യെസ്, ഇതാണ് പാലത്തിന്റെ നിന്നിട്ടുള്ള കാഴ്ച. ഇവിടുന്നേക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് ഗോൺതോലാസ്. യെസ്, ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സുവനീർ ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ ചെന്നിട്ട് സുവനീർ എന്തെങ്കിലും വാങ്ങിക്കാം. എനിക്കാണെങ്കിൽ ഹല ഇറ്റലിയുടെയും വെനീസിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു സുവനീറാണ്. എനിക്ക് ഇതിനകത്ത് ഏത് വാങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നമുക്ക് നോക്കാം. 2 സ്റ്റെപ്പ് മുന്നോട്ട് നടന്ന അടുത്ത മാഗ്നറ്റ് ഷോപ്പ് കാണാൻ സാധിക്കും. ഇവിടെയും കുറേയധികം മാഗ്നറ്റുകളുണ്ട്. സെയിം പ്രൈസ് തന്നെ. എന്തായാലും കുറച്ച് മുന്നോട്ട് നടന്നിട്ട് നല്ലതൊരെണ്ണം തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറച്ചു നേരം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ വലിയ കുറേ പടുകൂറ്റൻ ബിൽഡിങ്ങുകളെല്ലാം കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വലിയ പാർക്കും ഉണ്ട്. വെള്ളത്തിന്റെ ഓളം നിലയ്ക്കുന്നതേ ഇല്ല. അത്രയ്ക്ക് സ്പീഡിലാണ് വെള്ളം ഓളം വെട്ടുന്നത്. എല്ലാവരും നടന്നു നീങ്ങുന്നത് പാർക്ക് ലക്ഷ്യമാക്കി തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു പടുകൂറ്റൻ വൻമതിലുണ്ട്. ആ വൻമതിലിന്റെ 2 വശത്തുമായിട്ട് ഒരു പ്രതിമ നിർത്തിയിരിക്കുന്നു. എല്ലാവർക്കും ഈ പാർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞാനും പാർക്ക് ലക്ഷ്യമാക്കി അങ്ങ് നടന്നു. കോട്ട പോലെയുള്ള ഗേറ്റുകളാണെങ്കിലും പ്രവേശനം തികച്ചും സൗജന്യമാണ്. വെനീസിന്റെ ഉള്ളിലുള്ള പാർക്ക് കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പൊ ഗൈസ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഈ വെനീസിന്റെ ഉള്ളിലുള്ള ഒരു പാർക്കാണ്. പാർക്കിന്റെ പേര് പാർക്കെ പപ്പലോണി എന്നാണ്. സോ നമുക്ക് ജസ്റ്റ് പാർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഭയങ്കര പച്ചപ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, ഭയങ്കര പച്ചപ്പായിട്ടുള്ളൊരു പാർക്കാണ്. പിന്നെ നമുക്ക് പാർക്കിന് ചുറ്റും തന്നെ കുറേ ഇതുപോലെ കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കാണാം. ഞാൻ ആദ്യമേ വിചാരിച്ചു ഇതൊക്കെ നാരകത്തിൻ്റെ ഇലയാണ്, പക്ഷെ നാരകത്തിൻ്റെ അതേപോലെ ഇരിക്കുന്ന ചില ഇലകളാണ്. നാരകത്തിൻ്റെ ഇലയല്ല ഗൈസ്. പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സാധാരണ പാർക്കിൽ വരുന്ന സമയത്ത് ഇവിടെ വെള്ളമൊക്കെ ഫ്രീ ആയിരിക്കും. യെസ്, ഇതൊരു കുട്ടികളുടെ പാർക്കാണ്. ഇവിടെ കുറെ കുട്ടികളും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. വലിയ മരങ്ങളും എല്ലാം നിർത്തിച്ചിട്ട് നല്ല രസമുണ്ട് ഒരു പാർക്ക്. പിള്ളേരൊക്കെ വെനീസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമായിട്ടൊരു പാർക്ക് എന്ന് പറയാനായിട്ട് വെനീസിന്റെ ഉള്ളിൽ തന്നെയുള്ള പാർക്കാണ്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ അതുപോലെ കുറേ പൂക്കളുണ്ട്. നമ്മൾ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല, കണ്ടില്ലേ?
വേറെ ഇതുപോലത്തെ പൂക്കളെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊരു വലിയ മരമായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ ചെറിയൊരു ഈ ചെടി ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. യെസ്, വരൂ നമുക്ക് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ താമസിക്കുന്ന നേറ്റീവ്സ് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ലോക്കൽസ് ഒക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ഈ പറയുന്ന പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, ഇവിടെയുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ട് അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് പോയി. അപ്പോൾ പിന്നെ അങ്ങനെ ഇൻട്രസ്റ്റ് പോയ ആളുകൾ വന്നിരിക്കുന്ന ഒരു പാർക്കാണ്. ലോക്കൽസ് ആണ് ഇവിടെ കൂടുതൽ വന്നിരിക്കാറുള്ളത്. പിന്നെ അത്യാവശ്യം നേച്ചർ ഭംഗിയെ ആസ്വദിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പറ്റിയ ഒരു പാർക്കാണിത്. അത്യാവശ്യം കൊള്ളാം. പിന്നെ പൂക്കളുടെ കാലഘട്ടമല്ലേ ഇപ്പം. കണ്ടില്ലേ എന്ത് രസാ കിളികളൊക്കെ പോകുന്ന കാണാനായിട്ട്. കൂടുതലും ഇവര് കിളികള് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർക്കാണ് കേട്ടോ. പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി പാർക്ക്. ഗൈസ്, നിങ്ങൾ ട്യുലിപ്സ് പൂക്കൾ കണ്ടിട്ടുണ്ടോ? ട്യുലിപ്സ് പൂക്കളുടെ വേറൊരു ടൈപ്പാണ് കേട്ടോ. നല്ല രസമല്ലേ ഇത്? നിൽക്കണ കാണാൻ നല്ല രസമുണ്ട്. ചെടിയിൽ നിന്ന് പൊട്ടിക്കാൻ തോന്നുന്നില്ല. എന്ത് ഭംഗിയാ ഇതൊക്കെ. ശരിക്കും വേനൽക്കാലത്ത് നടന്ന പൂക്കളല്ല ഇതൊക്കെ, ഭയങ്കര മഞ്ഞ് കാലത്തൊക്കെ ഉണ്ടാവുന്ന പൂക്കളാണ്. എൻ്റെ വീട്ടിൽ ഇതുപോലൊരു പൂക്കൾ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ശംഖുപുഷ്പം എന്ന് വിചാരിച്ച് നട്ടതാണ്. പക്ഷെ ശംഖുപുഷ്പമല്ല, അതിൻ്റെ വേറൊരു സ്പീഷീസാണ്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാരണം സ്പ്രിംഗ് സീസണൊക്കെ ആയിക്കഴിയുന്ന സമയത്ത് ഇത് കൊഴിഞ്ഞിട്ട് വേറെ പൂക്കളാണ് വരാറുള്ളത്. ഇത് നോക്ക് എന്ത് ഭംഗി ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. ശരിക്കും നമ്മൾ പ്ലാസ്റ്റിക് പൂ വെക്കില്ലേ, അതേപോലെ ഇല്ലേ? നല്ല ഭംഗിയുള്ള പൂക്കള്. അതിന് വേറെ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ പരാഗണം കഴിഞ്ഞതാ. റോസയുടെ ചെടി പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പൂക്കള്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, അത്രയും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഗൈസ്, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വെറൈറ്റി പൂക്കളുണ്ട്. ഇതിൽ പാർക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവിടെയായിട്ട് പാർക്കിൽ വരുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവര് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. പിന്നെ ബോഗൻവില്ല പോലത്തെ പൂക്കള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൂക്കളാണ് ബോഗൻവില്ല പോലത്തെ പൂക്കള്. ശരിക്കും ഈ പാർക്കിൽ മൊത്തമായിട്ട് ഒരു പൂക്കളുടെ മയം അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ നേരം കണ്ണിന് ഇമ്പമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് എയർ ശ്വസിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു പാർക്കാണ് നമ്മുടെ വെനീസിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു പാർക്ക്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗേറ്റും കാര്യങ്ങളുണ്ട്. ഇതൊരു സ്ഥലത്തേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രേ ഉള്ളൂ പാർക്കിലെ കാഴ്ചകൾ. പിന്നെ അവിടെ ഒരു വലിയൊരു പ്രതിമ വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇറ്റാലിയനിലാണ്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിയേദ്രോ പലേസ്ക, ഇത് ഒരു പ്രിൻസിപ്പേ എന്നാ പറയണത്. അപ്പൊ മേ ബി ഇറ്റാലിയനിൽ പ്രിൻസിപ്പേ എന്ന് പറഞ്ഞ വല്ല രാജാവും ആയിരിക്കും. അപ്പൊ പണ്ട് മരിച്ചിരുന്ന ഏതെങ്കിലും രാജാവായിരിക്കും. യാ ഗൈസ്, പാർക്കിൽ നിന്ന് കുറച്ച് പൂക്കൾ പറിച്ചു. ഇനി നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് ചുറ്റാം. ഈ സ്റ്റെപ്പ് സ്പാനിഷ് സ്റ്റെപ്സ് ആണോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, പക്ഷെ രസമുണ്ട്. സ്പാനിഷ്. പിന്നെ ഇതിന്റെ അപ്പുറേ
ഒരു വലിയ നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള ഒരു വലിയ ഇടവഴി പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. വാവ്, ഇവിടുന്ന് നമുക്ക് നേരെ തന്നെ പോവാം. No, 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 no. No, no. No, no. Oh. You come from? India. എന്താണാവോ? This is free? Something money, my thing is problem. Oh, I don't want. I don't want. Hello? Something money, sorry. I don't want. Something money you want. Yeah, ഇവിടെ ഒരു ചേട്ടൻ നമുക്ക് പൂ തന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ടും പൂ തന്നു. എന്നിട്ട് കുറച്ച് പൈസ ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അജൂട്ടൻ നോന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടായിരുന്നു. ഞാൻ അവിടെ കിടന്ന് അജൂട്ടൻ എടാ നീ നോന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഞാൻ അവിടെ കിടന്ന് പെട്ടുപോയ അവസ്ഥയായിപ്പോയി. അജൂട്ടൻ ബോട്ടിൽ കയറാൻ ഭ്രാന്ത് പിടിച്ചെടുക്കണം. ഗൈസ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. ഇതെൻ്റെ ഫ്രണ്ട് അജൂട്ടൻ ഫ്രം UK. മൈ ഗോഡ്. ആൻഡ് ഇവരാണെങ്കിൽ ഇവിടെയുള്ള ഒരു വഴികളും നിശ്ചയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ നടക്കുകയാണ്. ഇച്ചായനാണെങ്കിൽ ആദ്യമായിട്ട് എവിടെയും കണ്ടൊക്കെ പോയേക്കാണ്. കാരണം ഇച്ചായന് തപ്പിയാണ് ഞങ്ങൾ നടക്കുന്നത്. വഴി കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാണ്. ഗൈസ് ഇവിടെ